ഹലോ, എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂയിലേക്ക് സ്വാഗതം. സെക്കൻഡ് ഡേ ആകുമ്പോഴേക്കും വഴക്കുണ്ടാക്കാൻ ഓരോ കാരണങ്ങൾ കണ്ടുപിടിച്ച് വഴക്കുണ്ടാക്കുന്നു. കാരണം ഒന്നുമില്ല. എന്താ ഒരു കാരണം? അനീഷ് വന്നിട്ട് ഗുഡ് മോർണിംഗ് തിരിച്ച് പറഞ്ഞില്ല അത്ര, അതിനൊരു വഴക്ക്. പിന്നെ അടിച്ചു വിട്ടത് വന്നിട്ട് ഇങ്ങനെയാണ് അടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അതിനൊരു വഴക്ക്. പിന്നെ ഈ ചായ ഉണ്ടാക്കിയതിന് അനുമോൾ ചായ ഉണ്ടാക്കിയത് ജിസൈലിന് ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് ജിസൈൽ പോയി തനിയെ ചായ വെച്ച് കുടിക്കുന്നുണ്ടായിരുന്നു. അതിനൊരു ഒരേ ഓർണമെന്റ് ഒരേ വഴക്കുമായിരുന്നു അവിടെ. അനുമോള് കഴുത്ത് വേദനയ്ക്ക് ചൂട് വെച്ചാൽ മതി എന്നാണ് ഒരു കാരണം പറഞ്ഞത്. അതിന് വന്നിട്ട് അവിടെ ഒരേ ഓർണമെന്റ്. അനുമോളിനെ ഷാനവാസ് വന്നിട്ട് അങ്ങനെ പറഞ്ഞ് കരയിപ്പിച്ചു. എന്നിട്ടോ ഷാനവാസ് അനുമോളോട് വന്നിട്ട് നീ സ്ട്രോങ് ആയിരിക്കണം, പറയുമ്പോഴേക്കും ഇങ്ങനെ കരയരുത് എന്ന് പറഞ്ഞിട്ട് അനുമോളെ ഷാനവാസ് വന്ന് വലിയ സമാധാനപ്പെടുത്തുന്നു. ഇതാവശ്യമാണോ ഷാനവാസിന്? ഷാനവാസ് ആൾ കൊള്ളാലോ. ജിസൈൽ എങ്ങനെ ഡ്രസ്സ് ഇടുന്നു ജിസൈലിന് അറിയില്ലേ. ഇങ്ങനെ ഡ്രസ്സ് ഇട്ടാൽ മലയാളികൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന് ഷാനവാസ് പറയുന്നു. ജിസൈൽ ഒന്നും അറിയണ്ടാണോ ബിഗ് ബോസിലേക്ക് വന്നത്? പണിപ്പുരിയിൽ പോവാൻ നോമിനേഷൻ ഇല്ലാത്ത 2 പേര് വേണം സെലക്ഷൻ ചെയ്യാൻ. അത് അക്ബർ, നൂറ, അതിലെയാണ് സെലക്ഷൻ ചെയ്തത്. 16 സെക്കൻഡിനുള്ളിൽ പോയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് സാധനങ്ങൾ എടുത്തിട്ട് വരണം. ഇവര് അവിടെ പോയി സാധനങ്ങൾ എടുത്തിട്ട് വരുമ്പോഴേക്കും ടൈം കഴിഞ്ഞു. അതുകൊണ്ട് ഇവർക്ക് സാധനങ്ങളൊന്നും കിട്ടിയില്ല. പിന്നെ ശരത്ത് ജിസൈലിന് ചുമ്മാ ഇരിക്കാനേയും വിടുന്നില്ല. വെറുതെ മേക്കപ്പ് ഇട്ടിട്ട് ചുമ്മാ എന്തിനാ ഇരിക്കുന്നതെന്നും പറഞ്ഞ ശരത്ത് ജിസൈലിന് പോയിട്ട് ചുമ്മാ എന്തെങ്കിലും ഒന്ന് പറയണം എന്നുള്ള ഉദ്ദേശത്തിൽ പറഞ്ഞുകൊണ്ടേയുണ്ട്. കാണുമ്പോൾ നമ്മൾക്കേ അതൊരു നന്നായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. ബിഗ് ബോസ് വന്നിട്ട് 4 പേരെ സെലക്ഷൻ ചെയ്യാൻ പറഞ്ഞു. ആ 4 പേര് വന്നിട്ട് ഷാനവാസ്, ചൈത്യ, ജിസൈൽ, ബിൻസിയാണ് സെലക്ഷൻ ചെയ്തിരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ പുറത്തൊരു കട്ടില് ഉണ്ടാവും. ആ കട്ടിലിൽ ഒരാളെ കിടക്കാൻ പാടുള്ളൂ. അതിൽ വന്നിട്ട് ആ കട്ടിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ അതിൽ ഹൗസ് മേറ്റ് എന്ന് വന്നിട്ട് എടുത്ത് റെഡ് സോണിലേക്ക് ഈ കട്ടിൽ അങ്ങോട്ട് കൊണ്ടുപോയി വെച്ചു പറഞ്ഞാൽ അവർ വന്ന് ഈ ബിഗ് ബോസിൽ നിന്ന് ഔട്ടാവും അത്ര. ഇതാണ് അവിടുത്തെ ഗെയിം. പക്ഷെ ഷാനവാസ് വന്ന് സുഖമായി കിടന്ന് ഉറങ്ങുന്നുണ്ട്. വെള്ളിയാഴ്ച വരയ്ക്കാണ് ഇപ്പൊ ഇവര് ഈ ടാസ്ക് കൊടുത്തിരിക്കുന്നത്. അന്ന് പറയുന്ന ദിവസം തന്നെ ഇവര് കിടന്ന് എല്ലാം ഉറങ്ങുന്നുണ്ട്. ഈ ടാസ്ക് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അറിയില്ല. ഇന്നലെ നടന്ന സംഭവങ്ങൾ ഇതൊക്കെയാണ്. എല്ലാവരും മറക്കാതെ ജിയാസ് ലൈഫ് സ്റ്റൈൽ ചാനലിലേക്ക് കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞാൻ നാളെ വരാം. ബൈ.